ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് EMI? EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താ EMI എന്ന് പറയുന്നത്? അതായത് ഒരു ബോറോവർ അയാളുടെ ലെൻഡർക്ക് കൊടുക്കേണ്ട ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് എമൗണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് എമൗണ്ടിനെയാണ് ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ബോറോവർ ലെൻഡർക്ക് കൊടുക്കേണ്ട ആ ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് എമൗണ്ടിനെയാണ് നമ്മൾ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് അല്ലെങ്കിൽ EMI എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തതാണ്, വാട്ട് ഇസ് പോസിറ്റീവ് സ്ക്യൂനെസ്? എന്താ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസി കർവ് ഉണ്ട് അല്ലേ. ആ ഒരു ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റിലേക്കാണ് ലോങ്ങർ ടെയിൽ പോണേന്ന് വയ്ക്കുക. നമ്മുടെ ഫ്രീക്വൻസി കർവിൽ ആ ഒരു ഫ്രീക്വൻസി കർവിൻ്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റിലേക്കാണ് അതിൻ്റെ ലോങ്ങർ ടെയിൽ പോണേന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കർവിൻ്റെ റൈറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ലോങ്ങർ ആയിട്ടുള്ള ടെയിൽ പോകുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് അങ്ങനെ നമ്മുടെ റൈറ്റിലേക്ക് ലോങ്ങർ ടെയിൽ പോവുക? മീൻ എന്ന് പറയുന്നത് മീഡിയത്തേക്കാളും ചെറുതായിരിക്കും. ആ പറയുന്ന മീഡിയൻ എന്ന് പറയുന്നതോ മോഡിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ മീൻ എന്ന് പറയുന്നത് മീഡിയത്തേക്കാൾ ചെറുതും മീഡിയൻ എന്ന് പറയുന്നത് മോഡിനേക്കാളും ചെറുത് വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഫ്രീക്വൻസി കർവിൽ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആണ്, വാട്ട് ഇസ് സ്ക്യൂ സിമെട്രിക്സ് മെട്രിക്സ്? എന്താ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ എപ്പോഴാണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്? അതായത് ഈ എയുടെ ട്രാൻസ്പോസ് എടുക്കുക. ആ ട്രാൻസ്പോസ് നെഗറ്റീവ്, ആ ട്രാൻസ്പോസിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഓൾറെഡി ഉള്ള നമ്മുടെ സ്ക്വയർ മെട്രിക്സ് എയും ഈ ഒരു എ ട്രാൻസ്പോസ് നെഗറ്റീവും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്ക്വയർ മെട്രിക്സ് ആയിട്ടുള്ള എയും ആ എയുടെ തന്നെ ട്രാൻസ്പോസിൻ്റെ നെഗറ്റീവും കൂടിയിട്ട് ഈക്വൽ ആവാണ്. രണ്ട് മെട്രിക്സും ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. അതെപ്പോഴാണ് അങ്ങനെ ഈക്വൽ ആകുക? ആ ഒരു മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഈ ഒരു സ്ക്യൂ സിമെട്രിക് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ എയുടെ ട്രാൻസ്പോസ് എങ്ങനെ കാണും എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ തിയറിക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ നോക്കി വയ്ക്കുക കേട്ടോ. അടുത്തതാണ്, വാട്ട് ഡു യു മീൻ ബൈ ഡിഫേർഡ് പെർപെച്വിറ്റി? എന്താണ് ഡിഫേർഡ് പെർപെച്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പെർപെച്വൽ സ്ട്രീമാണത്. അതായത് പെർപെച്വൽ സ്ട്രീം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ക്യാഷ് ഫ്ലോ. ആ ക്യാഷ് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴാണ് ഉണ്ടായിരിക്കുക? നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് ഓൾറെഡി നമ്മൾ അഡ്വാൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ്, ഒരു ഫ്യൂച്ചറിലെ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഫ്യൂച്ചറിലെ ഡേറ്റിൽ ഉണ്ടാകുന്ന ഒരു പെർപെച്വൽ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോന് അല്ലെങ്കിൽ തുടങ്ങുന്ന ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ തുടങ്ങുന്ന ഒരു എന്താണ് പെർപെച്വൽ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ ഡിഫേർഡ് പെർപെച്വിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിഫേർഡ് പെർപെച്വിറ്റി യൂസ് ചെയ്യുന്ന കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സാ? റിട്ടയർമെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അന്യൂയിറ്റി. റിട്ടയർമെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്ക് എപ്പോഴാണ് റിട്ടയർമെൻറ്റ് നടക്കണേന്നുള്ളൊരു ഡേറ്റ്, ഫ്യൂച്ചർ ഡേറ്റ് നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അറിയായിരിക്കും. ആ ഒരു ഡേറ്റ് ആവുമ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്? ഒരു പെർപെച്വൽ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ അല്ലേ. പെൻഷനൊക്കെ എന്താണ്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ അത് കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു പെർപെച്വൽ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോനെയാണ് നമ്മൾ ഡിഫേർഡ് പെർപെച്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇതാണ് ഡിഫൈൻ ഹാർമോണിക് പ്രോഗ്രഷൻ, HP. ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു സീക്വൻസ് ആണ് അല്ലേ. HP എന്ന് പറയുന്നതും ഒരു സീക്വൻസ് ആണ്. ആ ഒരു സീക്വൻസിൽ എന്താ ഉണ്ടായിരിക്കുക? റിയൽ നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ HP ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സീക്വൻസിലുള്ള റിയൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് നമ്മൾ ആ ഒരു അർത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ, ആ ഒരു സീക്വൻസ്, ആ ഒരു റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ റെസിപ്രോക്കൽസ് എടുക്കുക
എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കുക, ആ ഒരു റിയൽ നമ്പേഴ്സ്, ആ സീക്വൻസിലെ റിയൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിൽ എന്തുണ്ടായിരിക്കില്ല, സീറോയും ഉണ്ടായിരിക്കില്ല. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് HP അല്ലെങ്കിൽ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻസ് ആണ്, റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ്. അതുപോലെ തന്നെ അത് നമുക്ക് എപ്പോഴാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു അർത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ ഉണ്ടായിരിക്കും. ഹാർമോണിക് പ്രോഗ്രഷൻ്റെ അല്ല, ഒരു അർത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ്റെ ആ ഒരു റെസിപ്രോക്കൽസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ മോഡ്. മോഡ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുന്ന ഒരു അനദർ മെഷറാണല്ലേ, അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസിയുടെ അനദർ മെഷറാണ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ മെഷേഴ്സാണ് മീൻ, മീഡിയൻ ഒക്കെ. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ടെൻഡൻസിയുടെ അനദർ മെഷറാണ്. മോഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡാറ്റ സെറ്റ്, നമുക്കൊരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കും. ആ ഡാറ്റ സെറ്റിൽ ഫ്രീക്വൻ്റ്ലി ഒക്യൂർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കും. ആ ഡാറ്റ സെറ്റിൽ കൂടുതലായിട്ട് ഫ്രീക്വൻ്റ്ലി ആയിട്ട് എന്ത് ചെയ്യുക, ഒക്യൂർ ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഡിഗ്രി ആണ് അല്ലേ. അതായത് ഒരു ന്യൂമറിക്കൽ ഡാറ്റ എന്ത് ചെയ്യാണ്, ഒരു ആവറേജ് വാല്യൂ സ്പ്രെഡ് ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യുന്നതിനെയാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ന്യൂമറിക്കൽ ഡാറ്റ എന്ത് ചെയ്യാണ്, ടെൻഡ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു ആവറേജ് വാല്യൂ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ഡിഗ്രി ടു വിച്ചിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ടു വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻഡ് ടു സ്പ്രെഡ് അബൌട്ട് ആൻ ആവറേജ് വാല്യൂ ഇസ് കോൾഡ് ഡിസ്പേർഷൻ ഓർ വേരിയേഷൻ. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു പ്രോബ്ലം പേപ്പർ ആണല്ലോ ശരിക്കും ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് കൂടുതലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വേർഡ്സ്, ഈ ഡിഗ്രി ടു വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻഡ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ, എന്നാലാണ് നമ്മുടെ രീതിയിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ ഡിഗ്രി ടു വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻഡ് ടു സ്പ്രെഡ് അബൌട്ട് ആൻ ആവറേജ് വാല്യൂ, ഒരു ആവറേജ് വാല്യൂ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂമറിക്കൽ ഡാറ്റ ഒരു ടെൻഡ് ചെയ്യുന്ന ഒരു ഡിഗ്രീനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് മെൻ ബൈ കൺവേർജൻറ്റ് സീരീസ്. കൺവേർജൻറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് സീരീസ് എന്ന് പറഞ്ഞാൽ, സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ടേംസ് ഉണ്ടായിരിക്കും. ഈ സീക്വൻസ് ഓഫ് ടേംസിൻ്റെ ക്യുമുലേറ്റീവ് സമ്മിനെയാണ് നമ്മൾ സീരീസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ടായിരിക്കും, ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ടേംസ് ഉണ്ടായിരിക്കും. ആ സീക്വൻസ് ഓഫ് ടേംസിൻ്റെ തന്നെ ക്യുമുലേറ്റീവ് സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സീരീസ് എന്ന് പറയുക. അപ്പോൾ കൺവേർജൻറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഫിക്സഡ് വാല്യൂ എന്ത് ചെയ്യും, അതായത് സീരീസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫിനിറ്റി അപ്രോച്ചിന് പകരം ഈ ഒരു സമ്മിന് ഒരു ഫിക്സഡ് വാല്യൂ കൊണ്ടുവരുന്ന ഒരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്, കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ക്യുമുലേറ്റീവ് സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീരീസ് എന്ന് പറയുന്നത്. കൺവേർജൻറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ് എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ കൺവേർജൻറ്റ് സീരീസ് ആണെങ്കിലോ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ സമ്മിന് ഒരു ഫിക്സഡ് വാല്യൂ അപ്രോച്ച് ചെയ്യുന്നതാണ് കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് വാട്ട് ഈസ് ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷൻ GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ജോമെട്രിക് സീക്വൻസ് എന്നും നമ്മൾ പറയും. ഒരു സീക്വൻസ് തന്നെയാണ്, നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ്. അതിലെ ഓരോ ടേമും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതായത് ഫസ്റ്റ് ഓൾറെഡി എന്തായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെയുള്ള ടേംസൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, അതായത് പിന്നെയുള്ള ടേംസ് എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നോൺ സീറോ നമ്പർ,
അതായത് കോമൺ റേഷ്യോ ഉണ്ട്. ആ ഒരു കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നോൺ സീറോ നമ്പറാണ്. ആ ഒരു കോമൺ റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ് വൺ ആയിട്ട്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് വൺ കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഫസ്റ്റ് വൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു സീക്വൻസിലെ നെക്സ്റ്റ് ടേം കിട്ടും. അങ്ങനെ ഓരോ ടേംസും കിട്ടുന്ന ആ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ജോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ്. എന്താ സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വൺ ആണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ നോൺ സിംഗുലർ മെട്രിക്സ് എന്താ, അതും ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയായിരിക്കും. പക്ഷെ എന്തായിരിക്കില്ല, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്ക്വയർ വൺ ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, സ്ക്വയർ മെട്രിക്സ് തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. ഓക്കെ അല്ലേ? ഇതാണ് വാട്ട് ഡു യു മീൻ ബൈ ക്യൂരിറ്റോസിസ്. ക്യൂരിറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ വേരിയബിൾസിൻ്റെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ആ ഒരു വേരിയബിൾസിൻ്റെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പീക്കഡ്നെസ് ഡിഗ്രി, അതായത് ഡിഗ്രി ഓഫ് പീക്കഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ക്യൂരിറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വേരിയബിൾസിൻ്റെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ആ ഒരു വേരിയബിൾ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രി ഓഫ് പീക്കഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് എന്തെന്ന് പറയുന്നത്, ക്യൂരിറ്റോസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഇസ് അന്യൂയിറ്റി. അന്യൂയിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ തന്നെ ഒരു സീരീസ് ആണ്. സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ദാറ്റ് ഒക്യൂർ അറ്റ് സ്പേസ്ഡ് ഇൻ്റർവെൽസ്. അപ്പോൾ സ്പേസ്ഡ് ഇൻ്റർവെൽസിൽ ഒക്യൂർ ചെയ്യുന്ന ഈക്വൽ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെ സീരീസിനെയാണ് നമ്മൾ അന്യൂയിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു സ്പേസ്ഡ് ഇൻ്റർവെൽസിൽ ഒക്യൂർ ചെയ്യുന്ന പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്, അതിൻ്റെയൊക്കെ ഈക്വൽ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെയൊക്കെ സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അന്യൂയിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തതാണ് ഡിഫൈൻ അർത്തമെറ്റിക് മീൻ. എന്താ അർത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ മോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് എന്താ, സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുന്ന ഒന്നാണ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുന്ന ഒന്നാണ് അർത്തമെറ്റിക് മീൻ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അർത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീൻ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ദ വാല്യൂസ് ആണ്. നമ്മുടെ ടോട്ടൽ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സെറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വരുന്നതാണ് മോഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു സെറ്റിലെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എടുക്കുക. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഐറ്റംസിൻ്റെ എല്ലാം തന്നെ ടോട്ടൽ നമ്പർ എടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നമ്മുടെ സം ഓഫ് വാല്യൂസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സെറ്റ്. നമ്മുടെ സെറ്റിലെ ടോട്ടൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യാണ്, നമ്മൾ സം ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. ആ ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മീൻ എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കൂടിയാണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വേറെ രണ്ടെണ്ണം കൂടിയുണ്ട്. ഏതൊക്കെയാണ്, മോഡും മീഡിയനുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിലും നമ്മുടെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് പിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ.